very carefully. If you want to make this world a slightly better place to live, try to develop an extra eye to see the unseen, an extra ear to hear the unheard, an extra heart to feel the unfelt. Assalamu alaikum wa rahmatullahi ta'ala wa barakatuhu. പ്രിയപ്പെട്ടവരെ, ഞാനീ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. നിങ്ങൾക്ക് ഈ ലോകത്തെ വളരെ മനോഹരമായ ജീവിക്കാൻ ഉതകുന്ന നല്ലൊരിടമാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഗോപ്യമായതിനെ കാണാനുള്ള ഒരകക്കണ്ണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. മറ്റൊരാളും കേൾക്കാത്തതിനെ നിങ്ങൾ ഈ ലോകത്ത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ സാധാരണ ചിന്തിക്കുന്നതിനപ്പുറം നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. I'm Joseph Annagutti Jose, an RJ, and I do a show named Straight from the Heart. It's an evening show, and I talk to them about life stories. ഞാൻ ജോസഫ് അന്നംകുട്ടി ജോസ്, ഒരു റേഡിയോ ജോക്കറാണ്. സ്ട്രെയിറ്റ് ഫ്രം ദി ഹേർട്ട് എന്ന ഒരു ഈവനിങ് ഷോ ഞാൻ നടത്തി വരുന്നു. അവിടെ ഞാൻ ജീവിത കഥകളെക്കുറിച്ച് പരസ്പരം സംസാരിക്കുന്ന ഒരു ഷോ ആണത്. An RJ's role is to connect with people, and my way of connecting with people is to tell them stories. I tell them things which they have never heard. I tell them things in a different way so that they look at things in a different way. I gave them emotions so that they feel things slightly better. Today I'm going to do the same thing. I'm going to tell you stories. Just 3 different stories. ഞാൻ ആളുകളുമായി സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആളുകളുമായി ബന്ധപ്പെടുന്നത് കഥകൾ പരസ്പരം പറയുന്നതിലൂടെയാണ്. ഞാൻ അവർക്കായി ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കഥകൾ ഞാൻ അവർക്ക് പറഞ്ഞു നൽകും. അതുപോലെ കഥകൾ തന്നെ വ്യത്യസ്തമായ രൂപത്തിൽ അവർക്ക് ഞാൻ അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ വ്യത്യസ്തമായ ദൃശ്യ ഭാവനയിലൂടെ അവർ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യും. അതോടൊപ്പം വ്യത്യസ്തമായ അനുഭവങ്ങൾ ഞാൻ കൈമാറും. അതിലൂടെ അവർ ഒരുപാട് അനുഭവമുള്ളവരായി തീരുകയും ഒരുപാട് വികാരമുള്ളവരായി തീരുകയും ചെയ്യുന്നു. Story number 1. It's about masala dosa. I did my MBA from one of the well-known institutions from Cochin, and my dad was kind enough. He took a loan of 7 lakhs to teach me MBA, but the loan was in my name. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നതും അത്തരത്തിലൊരു കഥയാണ്. 3 വ്യത്യസ്തമായ കഥകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. ഒന്നാമത്തെ കഥ അതൊരു മസാല ദോശയെക്കുറിച്ചുള്ള കഥയാണ്. ഞാൻ കൊച്ചിയിലെ പ്രശസ്തമായൊരു സ്ഥാപനത്തിൽ നിന്ന് MBA പഠിച്ചു. എൻ്റെ അച്ഛൻ വളരെ പാവമായിരുന്നു. അത്രയും പാവമായിരുന്ന ഒരച്ഛൻ എൻ്റെ ഭാവിയെ കണ്ടുകൊണ്ട് 7 ലക്ഷം രൂപയോളം അദ്ദേഹം എൻ്റെ പഠനത്തിന് വേണ്ടി ലോൺ എടുക്കുകയും ചെയ്തു. എന്നാൽ ആ ലോൺ എൻ്റെ പേരിലായിരുന്നു, അച്ഛൻ്റെ പേരിലല്ല. Out of the 120 students of MBA batch 8, only one boy couldn't even clear the internals of mathematics. That boy was me. Thank you. MBAയുടെ 8ാമത്തെ ബാച്ചിലെ 120 കുട്ടികളിൽ നിന്ന് ഒരു കുട്ടിക്ക് മാത്രം മാത്തമാറ്റിക്സിൽ ഇൻറ്റേർണൽ എക്സാമിന് പാസ്സാവാൻ സാധിച്ചിട്ടില്ല. ആ ഒരു കുട്ടി ഞാൻ തന്നെയാണ്. My parents were shell-shocked. Even I was shocked. 7 lakhs loan in my name. So I went to my maths teacher and said, "Teacher." എൻ്റെ രക്ഷിതാക്കൾ ഷോക്കായിപ്പോയി, അവർ നെട്ടിപ്പോയി. ഞാൻ പോലും ആ നെട്ടൽ നിന്ന് മാറിയിട്ടില്ല. എൻ്റെ പേരിൽ 7 ലക്ഷം രൂപ കടം. അതിനാൽ എൻ്റെ ഗണിത ടീച്ചറുടെ അടുക്കിലേക്ക് പോയിക്കൊണ്ട് ഞാൻ എൻ്റെ വിശേഷം പോയി പറയുകയാണ്. അവരോട് ഞാൻ പറഞ്ഞു, I just need 2 marks to clear my internals. If I can't clear the internals, I won't be writing the university exam. That means I won't be getting any job from this college. She said, no. ടീച്ചർ, എനിക്ക് എൻ്റെ ഇൻറ്റേർണൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു 2 മാർക്കിൻ്റെ ആവശ്യമുണ്ട്. ഇനി അഥവാ എൻ്റെ ഇൻറ്റേർണൽ പരീക്ഷ എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അതിനർത്ഥം എനിക്ക് ഈ കോളേജിൽ പഠിച്ചു എന്നതുകൊണ്ട്
ഒരു ജോലിയും നേടാൻ സാധിക്കുകയില്ല. ടീച്ചർ എനിക്ക് 2 മാർക്ക് അനുവദിച്ചു തരണം. ടീച്ചർ പറഞ്ഞു, നോ, അനുവദിക്കാൻ പറ്റില്ല. I begged again, teacher, please, just 2 marks. Joseph, no, maybe you can talk to the director. I went to the director's cabin and said, dear. ഞാൻ വീണ്ടും യാചിച്ചു, ടീച്ചർ ഒരു 2 മാർക്ക് എനിക്ക് അനുവദിച്ചു തരണം. കാരണം എൻ്റെ ഒരു സാഹചര്യം അതാണ്. എനിക്ക് ഇൻറ്റേർണൽ അറ്റൻഡ് ചെയ്യാൻ 2 മാർക്ക് അനുവദിച്ച് തന്നേ പറ്റൂ. ദയവ് ചെയ്ത് അതൊന്ന് എനിക്ക് അനുവദിച്ച് തരണം. ടീച്ചർ വീണ്ടും മറുപടി പറഞ്ഞു, അനുവദിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്ടറിനോട് പോയി കാര്യങ്ങൾ അന്വേഷിക്കാം. അവരോട് പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനമാക്കാം. അങ്ങനെ ഞാൻ ഡയറക്ടറിൻ്റെ ക്യാബിനിലേക്ക് പോയി. I have a request for you. Joseph, please come. She gave me a very beautiful smile. She asked, Joseph, what is it? Ma'am, I need 2 marks to clear the internals. I know that. Could you please give me 2 marks? No. ഡിയർ മാം, എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ ഇൻറ്റേർണൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു 2 മാർക്ക് എന്നെ അനുവദിച്ചു തരണം. ടീച്ചർ വളരെ നല്ല പുഞ്ചിരിയോടുകൂടി ജോസഫിനെ വരവേറ്റു. ജോസഫ്, നിങ്ങളുടെ പ്രശ്നം എനിക്കറിയാം, പക്ഷേ മാർക്ക് അനുവദിച്ചു തരാൻ സാധിക്കുകയില്ല. My future, I won't get any job. Joseph, no. You were like a joker. You were making others laugh. Now all are laughing at you. You are not serious. I was like. മാം, എൻ്റെ ഭാവി, എൻ്റെ ജോലി ഇതെല്ലാം പ്രശ്നത്തിലാകും. എനിക്ക് 2 മാർക്ക് അനുവദിച്ചു തരണം. വീണ്ടും പറഞ്ഞു, അനുവദിച്ചു തരാൻ സാധിക്കുകയില്ല. നീ ഒരു ജോക്കറെ പോലെ ആയിരുന്നു. മറ്റുള്ള എല്ലാവരെയും ചിരിപ്പിക്കാൻ വേണ്ടി നീ ശ്രമിച്ചു, ചിരിപ്പിച്ചു. ഇപ്പോൾ എല്ലാവരും നിന്നെ നോക്കി ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്നു. നീ ഒരു ഗൗരവത്തിലുള്ളൊരു മനുഷ്യനല്ല. Like a rebel. I was like, okay, fine. So what next? Juniors will come. You will have to rewrite the exam, maths with them. At the same time, you will have exams of 2nd semester. You're going to struggle, Joseph. I know, it's okay. I left the place. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു മറുപടി കേട്ടപ്പോൾ ഞാൻ ആകെ ഒന്നുമല്ലാതെ ആയിപ്പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് മറുപടി പറയുകയാണ്, ജൂനിയർമാരുടെ എക്സാം വരാനിരിക്കുന്നു, അവരോടൊപ്പം എക്സാം എഴുതാം. അതോടൊപ്പം മറ്റൊരു വിഷയം എന്നുള്ളത്, 2ാം സെമസ്റ്റർ എക്സാം നിനക്ക് വരുന്ന സമയത്ത് അതും ഒരു പ്രയാസമായി തീരും, മൊത്തത്തിലൊരു സ്ട്രഗിളായി മാറും. അതുകൊണ്ട് തന്നെ അത്രത്തോളം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. അങ്ങനെ ഞാൻ ആ ക്യാബിനിൽ നിന്ന് വിട്ടു. There was one friend, we all have the very close friends, Vivek. He's slightly dramatic. He went to the maths teacher and said, dear ma'am, we all breathe the same air. Give him 2 marks. Then she said, you stand and breathe as much as you want. I won't give him 2 marks. നിങ്ങൾക്ക് എല്ലാവർക്കും നാടകീയനായ കോമഡി പറയുന്ന കൂട്ടുകാരുണ്ടാകും. എനിക്കും അതുപോലൊരു കൂട്ടുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വിവേക് എന്നാണ്. ഞാൻ ഡയറക്ടറിൻ്റെ ക്യാബിനിൽ നിന്ന് വിട്ട സമയത്ത് വിവേക് എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ മാത്സ് ടീച്ചറെ കണ്ട് സംസാരിക്കാം. അങ്ങനെ വിവേക് മാത്സ് ടീച്ചറിൻ്റെ അടുക്കിലേക്ക് പോയിക്കൊണ്ട് പറയുകയാണ്, ടീച്ചർ, നമ്മളെല്ലാവരും ഒരു ശ്വാസം, ഒരു വാഴ് ശ്വസിക്കുന്നവരല്ലേ, നിങ്ങൾ ജോസഫിന് ആ ഒരു 2 മാർക്ക് അനുവദിച്ച് നൽകൂ. അവിടെ നിന്ന് ടീച്ചർ മറുപടി പറയുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ പുറത്തു നിന്ന് എത്ര വേണമെങ്കിലും ശ്വാസോച്ഛ്വാസം നടത്തിക്കോളൂ, മാർക്ക് നൽകാൻ അനുവദിക്കുകയില്ല, മാർക്ക് നൽകുകയുമില്ല. That's what she said. That evening I went home. As soon as I reached, as usual, my mother was about to prepare a cup of tea. I said, Mom, today I don't want tea. Please sit. She was like, what? Please sit. Dad, don't go for a walk today. Can you please sit? I have something for you. അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അമ്മയോട് പറഞ്ഞു, മോം, ഇന്ന് ചായ വേണ്ട. അച്ഛനോട് പറഞ്ഞു, ഇന്ന് നടക്കാൻ പോകണ്ട, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. What, Joseph? Just listen to this carefully, that I failed in maths. Joseph, just don't do your usual kidding stuff. No, that I am serious. I failed. ഞാൻ ഈ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ മാത്തമാറ്റിക്സിൽ പരാജയപ്പെട്ടു. അച്ഛൻ മറുപടി പറഞ്ഞു, നീ നിന്റെ തമാശ ഇവിടെയും പ്രയോഗിക്കരുത്. അച്ഛനോട് വീണ്ടും ജോസഫ് പറയുകയാണ്, സീരിയസ് ആയി ഞാൻ പറയുകയാണ്, മാത്തമാറ്റിക്സിൽ ഞാൻ പരാജയപ്പെട്ടു. That means I wouldn't be able to write the university exam. I'm not sure if I get placed. My sincere apologies.
അതായത് എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ കഴിയുമോ എന്നറിയില്ല, എനിക്കൊരു ജോലി കിട്ടുമോ എന്നറിയില്ല. My mom started to cry like any other mother. My dad was like, okay, Ananguti, don't prepare tea. Joseph, come, let's go out. Then I thought he wanted me to take outside and scold me. He asked me to follow him. മറ്റെല്ലാ അമ്മമാരെ പോലെ എൻ്റെ അമ്മ കരയാൻ തുടങ്ങി. ആ ഒരു സാഹചര്യത്തിൽ അച്ഛൻ ഓക്കെ ആയിരുന്നു. അന്നക്കുട്ടി, നീ ചായ ഉണ്ടാക്കരുത്, നമുക്കൊന്ന് പുറത്തു പോയി വരാമെന്ന് ജോസഫിനോട് പറയുകയും ജോസഫിനോട് ഫോളോ ചെയ്യാനും പറഞ്ഞു. ശേഷം അവിടെ നിന്ന് ജോസഫ് കരുതുകയാണ് എന്നെ പുറത്തു നിന്ന് ശാസിക്കാനായിരിക്കും. I went behind him. He went to a restaurant named Hotel Runs. I was afraid, what's happening? What's going wrong? Then he said, 2 cups of tea and 1 masala dosha. ഞാൻ അച്ഛൻ്റെ പിറകെ പോയി. അപ്പോൾ അച്ഛൻ ഹോട്ടൽ റൺസ് എന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറുകയും 2 ചായയും 1 മസാല ദോശയും അവിടെ ഓർഡർ ചെയ്യുകയും ചെയ്തു. Then even I got confused whether I got distinction or whether I failed. So I looked at Dad and said, Dad, I failed. Joseph, I know you are struggling, Joseph. ഞാൻ കൺഫ്യൂഷനായിപ്പോയി. ഞാൻ പരാജയപ്പെടുകയാണോ ചെയ്തത്, അല്ലെ ഡിസ്ട്രിക്ഷൻ ആണോ നേടിയത്? അച്ഛാ, ഞാൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. ജോസഫ്, എനിക്കറിയാം നീ പരാജയപ്പെട്ടു എന്ന് എനിക്കറിയാം, ആശ്ചര്യപ്പെടേണ്ട ആവശ്യമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വാ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.